ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 സ്തുതികൾ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് സെൽമി. ഞാൻ വരുന്നത് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക, എറണാകുളം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് റിനു റോക്കി. ഞാനിവിടെ ഉടമ്പടി, ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടിയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മോൾക്ക് പനി വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രോഗസൗഖ്യത്തിനായിരുന്നു. മോൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. മകളായിട്ട് വന്ന് ഞാനത് പിന്നീട് പറയും. അവൾക്ക് രോഗസൗഖ്യം കിട്ടി. ആ സമയത്താണ് എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട്, ഇറ്റലി എൻ്റെ സ്വപ്നമായിരുന്നു. എൻ്റെ വിദേശ ജോലിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. അങ്ങനെ എനിക്ക് VFS കിട്ടി. ഞാനിവിടെ VFSന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടമായി. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന കൗൺസിലറോട് സംസാരിച്ചപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞു, ഉടമ്പടി പുതുക്കിയതല്ലേ, അപ്പോൾ ഇനി കാശുരൂപം കിട്ടത്തില്ല, കിട്ടണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് പുതിയ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും പുതിയ ഉടമ്പടി അന്ന് തന്നെ എടുത്ത് കാശുരൂപമായിട്ട് ഞാൻ VFSന് പോയി. എൻ്റെ സഹോദരിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് നടന്നില്ല, റിജക്ഷൻ ആയിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തു. പക്ഷേ എല്ലാ ദിവസവും ഞാൻ എൻ്റെ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകും. കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പത്രം കിട്ടിയാലും ഞാനത് കൊടുക്കാനായിട്ടൊക്കെ നാണക്കേട് കാരണം ഞാനത് പള്ളിയിൽ വെക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എൻ്റെ വിദേശ ജോലി എനിക്ക് വീണ്ടും വന്നു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ സമയത്ത് വീണ്ടും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി 2ാമത് എടുക്കുകയാണ് ചെയ്തത്. കാരണം കുറേ നാൾ ഞാനതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു, അത് പുതുക്കാൻ മതിയെന്ന് അറിയില്ലായിരുന്നു. പകരം ഞാൻ ഇവിടെ വന്ന് വീണ്ടും പുതിയ ഉടമ്പടി എടുത്തു. അങ്ങനെ വീണ്ടും VFSും കാര്യങ്ങൾ വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അച്ഛനെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് എൻ്റെ ഇത്രയും ഉടമ്പടി പത്രങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഉടമ്പടി മാത്രമേ സെൽമിക്കിനി ഉണ്ടാവുള്ളൂ, അതിനു മുമ്പുള്ള എല്ലാ ഉടമ്പടികളും ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ 7/7/2025 ഞാൻ എടുത്ത ഉടമ്പടിയിലാണ് ഇപ്പോൾ ഞാൻ നിലനിൽക്കുന്നത്. അതിനുശേഷം എനിക്ക് വന്ന VFSകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ എനിക്ക് ഇറ്റലിയുടെ VFSൻ്റെ തലേ ദിവസം എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് എന്നോട് പറയും, അത് നടക്കില്ല, നമ്മുടെ ഡേറ്റ് മാറ്റി. അങ്ങനെ 2 തവണയായി. പിന്നെ ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും വന്ന എൻ്റെ VFS ഒന്നും നടക്കാത്തതുകൊണ്ട് വർക്ക് വിസക്ക് നോക്കാമെന്ന് കരുതി ഞാൻ വർക്ക് വിസ എടുക്കാൻ വേണ്ടിയിട്ട് റഷ്യയാണ് നോക്കിയത്. 2 ആഴ്ചക്കുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി 28 ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത് വാർ സ്റ്റാർട്ട് ചെയ്തു. ഇനി എനിക്ക് റഷ്യയിലേക്ക് പോകാൻ പറ്റില്ല, എൻ്റെ ജോലിയും പോയി. മാതാവേ, ഞാൻ എന്ത് ചെയ്യും? ഒത്തിരി ഞാൻ വിഷമിച്ചു. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പുണ്ട് മാതാവ് എന്നെ അനുഗ്രഹിക്കും. ഞാൻ കാത്തിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും വിശുദ്ധ കുർബാനയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റഷ്യ നടക്കില്ല കേട്ടോ, വാറ് നടക്കണോണ്ട് നമുക്ക് റഷ്യ നോക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യും? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നമുക്ക് എന്നാലും സിംഗപ്പൂർ നോക്കാം. അതിൻ്റെ ഇടയിൽ വീണ്ടും പഴയ ഏജൻറ്റ് എനിക്ക് ഇറ്റലിയിലേക്കുള്ള VFS എടുത്തു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ VFSൻ്റെ പേപ്പറൊക്കെ ആയിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, VFSൻ്റെ പേപ്പർ വെച്ചിട്ട് നമുക്ക് അച്ഛനെ കാണാൻ പറ്റില്ല, സാക്ഷ്യം പറയാൻ അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ടിക്കറ്റായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒന്നും വെച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്, ഭർത്താവിന് വേണ്ടിയിട്ടൊന്നും വെച്ചിട്ടില്ല. പിന്നെ എന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ അച്ഛന് എന്തെങ്കിലും ആയതായിരിക്കും എന്നുള്ള മൈൻഡിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സിംഗപ്പൂർക്ക് പേപ്പർ വെച്ച അവിടുത്തെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, ഹസ്ബൻഡിനും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹസ്ബൻഡിനെ എങ്ങനെ വെക്കാൻ പറ്റും? കാരണം എനിക്ക് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഉണ്ട്, ഹസ്ബൻഡിന് അതൊന്നും ഇല്ല, അപ്പോൾ അതെങ്ങനെ വെക്കാൻ പറ്റും? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അത് വെക്കാം, നടക്കാം. അപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്നതായിരിക്കും. അങ്ങനെ ഞാൻ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഈ ജൂണിൽ എന്നോട് അയാൾ പറഞ്ഞു, അത് നമുക്ക് നടക്കില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അപ്പം ഞാൻ വിചാരിച്ച്, മാതാവേ, എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ടൊന്നും യോഗമില്ല, എന്നാൽ നാട്ടിൽ എനിക്കൊരു ജോലി, എനിക്ക് അതിലൊരു വരുമാനം, അത് മതി. ഞാനിനി വിദേശത്തേക്കുള്ളതൊന്നും പറയുന്നില്ല. മാതാവിൻ്റെ ഇഷ്ടം, എൻ്റെ ഈശോയുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമൊന്നും നടക്കണ്ട. ഞാൻ പിന്നീട് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കണത്, എനിക്കൊന്നും വേണ്ട, നിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു.
കഴിഞ്ഞ ജൂണിൽ ഞാൻ 22-ാം തീയതി ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഫേമിൽ ഞാൻ ജോലിക്ക് കയറി. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ തിരിയിൽ എനിക്ക് മാതാവിനെ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു ദിവസം പ്രാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അന്ന് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അപ്പോൾ വിശ്വാസമായി. പിന്നെ ഹാർട്ട് കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻറ്റ് എന്നോട് വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് സൗത്ത് കൊറിയയിലേക്ക് പോകാനായിട്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം തന്നെ എനിക്ക് സൗത്ത് കൊറിയയിലേക്ക് പോകാനായിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്തു എന്ന്. ആ ടിക്കറ്റ് എടുത്തത് എൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ്, 21-ാം തീയതി. ഈ ജൂലൈ 21-ാം തീയതി എനിക്ക് 34 വയസ്സ് തികയാണ്. 34 എന്ന് പറയുമ്പോൾ ഞാൻ കൂട്ടി നോക്കി, 7 മാതാവിൻ്റെ നമ്പറാണത്. എനിക്ക് മാതാവ് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനായിട്ട് വേണ്ട, എനിക്ക് എൻ്റെ ഈശോയുടെ ഇഷ്ടം മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എനിക്ക് ഏറ്റവും നല്ലതാണ് എനിക്ക് തന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ മാതാവിൻ്റെ ഒപ്പം നടന്നത്. അതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് വിദേശത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ആദ്യം പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ഞാൻ പുതുക്കിയപ്പോൾ എനിക്ക് തോന്നി പത്രം ഞാനിങ്ങനെ കൊടുക്കാതിരുന്നത് അത് ശരിയല്ലല്ലോ, അത് ഞാൻ മാതാവിനോട് ചെയ്യുന്ന തെറ്റാണ്. ഈശോയ്ക്കും മാതാവിനും ഞാൻ വാക്ക് കൊടുത്തതാണ് പത്രം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ ഞാൻ എനിക്ക് കിട്ടുന്ന പത്രം പള്ളികളിൽ പോകുമ്പോഴും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ ഇവിടെ വന്നിട്ട് തമിഴ് പത്രവും മലയാളം പത്രവും വാങ്ങി. മലയാളം കുർബാനയുടെ സമയത്ത് ഞാൻ മലയാളം പത്രം കൊടുക്കും. തമിഴ് പുറത്തേക്കൊക്കെ മാതാവിനെ നമ്മൾ മറ്റു പള്ളികളിലേക്കൊക്കെ പോകുമ്പോൾ തമിഴ് പത്രം എൻ്റെ കയ്യിലെടുത്തിട്ട്, എനിക്ക് തമിഴൊന്നും പറയാനറിയില്ല, പക്ഷെ ഞാൻ മലയാളത്തിൽ ഞാൻ അവരോട് പത്രം കാണിച്ച് ഞാൻ സംസാരിച്ച് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്ത് ഓൾഡ് ഏജ് ഹോം ഉണ്ട് അമ്മച്ചിമാരുടെ. അവിടെ ഞാൻ പോകും. അവരുടെ ക്ലീനിങ് ജോലി, റൂമും അടിച്ചു തുടക്കുക, അവരോട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് കയറിയ സ്ഥലത്താണെങ്കിലും എനിക്ക് കിട്ടിയ അനുഗ്രഹം, മാതാവ് എൻ്റെ തിരിയിലിങ്ങനെ വന്നു, എനിക്കിങ്ങനെ മാതാവ് വഴി കാണിച്ചു തന്നു എന്നെല്ലാം ഞാൻ അവരോട് പറയുമായിരുന്നു. നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. അവരുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയണത്, നിങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും, മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ ഞാൻ മാതാവിനെ പറ്റി പുറത്ത് പറയുമായിരുന്നു. പിന്നെ എൻ്റെ കൈക്ക് എപ്പോഴും അലർജി ഉണ്ടാവുമായിരുന്നു. അത് ഞാൻ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടതാണ്. സോപ്പിൻ്റെ അലർജിയാണ്, എനിക്കത് മാറുന്നില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാതെയായി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ നെറ്റിയിൽ എണ്ണ തേക്കും, അതേപോലെ തന്നെ തേനും ഉപ്പും ഞാൻ കഴിക്കും. എന്നിട്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. പക്ഷേ അത് ഉപയോഗിച്ച് തുടങ്ങി എന്നത് മാറിയെന്ന് എനിക്കറിയില്ല. ഇന്നെൻ്റെ കയ്യിൽ അതൊന്നുമില്ല. എനിക്ക് മോതിരമൊന്നും ഇടാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഒരു പാടുപോലും ഇല്ലാതെ മാതാവ് എനിക്കത് മാറ്റി തന്നു. മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. അത് പൈസ കൊണ്ടായാലും എന്നെക്കൊണ്ട് പറ്റണ പൈസയൊക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ. വലിയ തുകകളൊന്നും കൊടുത്ത് എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റാറില്ല. ചെറിയ ചെറിയ തുകകളൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ ഞാൻ എല്ലാവരെയും സഹായിക്കും. അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം, അവിടെ അവരുടെ പൈസ, ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി എന്നും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കും. എനിക്ക് എത്ര നാൾ ജീവനുണ്ടോ അത്രയും നാൾ ഞാൻ എൻ്റെ ഈശോയോടൊപ്പം തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയുകയാണ്. സങ്കീർത്തനങ്ങൾ 94-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സെൽമി ആൻ്റണി എറണാകുളം തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തന്നെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യവും ഉടമ്പടി പ്രകാരം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക ചെയ്യുന്നത്. തനിക്ക് വിദേശ ജോലിക്ക് പോകണം എന്നുള്ളത് തൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു വലിയ നിയോഗം തന്നെയായിരുന്നു. എന്നാൽ അത് നടക്കാതെ വരുന്ന നിരവധിയായ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ VFS കിട്ടിയെങ്കിലും അത് നടക്കാതെ വരുന്ന ഉടനെ അത് വർക്ക് വിസയൊക്കെ വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് റഷ്യയിലേക്ക് പോകാനുള്ളതാണെങ്കിലും അത് വാർ തുടങ്ങിയതിനെ സംബന്ധിച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കടന്നു വന്നിരിക്കുക ചെയ്യുന്നത്. എന്നാൽ
അതിനെ തുടർന്നാണെങ്കിൽ മറ്റ് സാധ്യതകൾ നോക്കുമ്പോൾ അത് സിംഗപ്പൂർക്ക് പോകാനുള്ള ഒരു വഴി തുറന്നുവെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ ഫലമായിട്ട് അവർക്ക് വലിയൊരു തൊഴിൽ സാധ്യത അവർക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു. തൻ്റെ ജീവിത പങ്കാളിയെ കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടെന്ന് ചോദിച്ചപ്പോഴും അതും വെക്കാമെന്നുള്ള ഒരു വലിയൊരു ഇടപെടൽ കൂടെ ഉണ്ടാവുകയും ചെയ്തു. എന്നാലും തുടർന്ന് പല കാര്യങ്ങളാലും ആ പ്രതീക്ഷ കൂടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോഴും താൻ നാട്ടിൽ തന്നെ ഒരു ജോലി ലഭിച്ച് ജീവിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയിട്ട് ഒരു ജോലിക്ക് കയറുകയും ആ ജോലി തുടരുകയും ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് അമ്മ മാതാവും ഈശോയും അവർക്ക് ഇഷ്ടമുള്ളത് നേടിത്തരട്ടെ എന്നുള്ള ഒരു അവർക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു ജീവിതത്തോടുകൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ തൻ്റെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് പരിശുദ്ധ ഇടപെടലിലൂടെ അവർക്ക് സൗത്ത് കൊറിയയിലേക്ക് പോകുവാനുള്ള 2 പേർക്ക് ഒരുമിച്ച് പോകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മ ഒരുക്കി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നത് ഇവിടെ സാക്ഷി നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പലവിധമായ ബുദ്ധിമുട്ടുകൾ കടന്നു പോയെങ്കിലും ആ ബുദ്ധിമുട്ടുള്ള വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറിയത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ഇവിടെ ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധമ്മ അവരെ ഇനിയും അനുഗ്രഹങ്ങൾ കൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.